മഴയ്ക്ക് കട്ടി കൂടിയിരുന്നു. പുറത്ത് ആർത്തലച്ചു പെയ്യുന്ന മഴയുടെ ശബ്ദം ആ മുറിയിലെ നിശബ്ദതയെ ഭയപ്പെടുത്തുന്ന ഒന്നാക്കി മാറ്റി. പഴയൊരു ടേബിൾ ലാമ്പിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ ഡിറ്റക്റ്റീവ് രാഘവൻ ആ കത്തുമായിരിക്കുകയായിരുന്നു. കയ്യിലിരിക്കുന്ന സിഗരറ്റിൽ നിന്ന് പുകച്ചുരുളുകൾ മുകളിലേക്ക് ഉയരുന്നു. മേശപ്പുറത്ത് കിടക്കുന്ന ആ കവറിൽ ചോര നിറത്തിലുള്ള ഒരു സീൽ പതിപ്പിച്ചിരുന്നു. എം മേനോൻ. രാഘവൻ ആ കത്തൊരിക്കൽ കൂടി തുറന്നു നോക്കി. ഇതൊരു ക്ഷണമല്ല, ഇതൊരു കെണിയാണ്, രാഘവൻ പതിയെ പറഞ്ഞു. അയാളുടെ ശബ്ദത്തിൽ ഭയമായിരുന്നില്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു ആപത്തിൻ്റെ മുന്നറിയിപ്പായിരുന്നു ഉണ്ടായിരുന്നത്. പിറ്റേന്ന് വൈകുന്നേരം കടൽ പ്രക്ഷുബ്ധമായിരുന്നു. തിരമാലകൾ ബോട്ടിലേക്ക് ആഞ്ഞടിച്ചുകൊണ്ടിരുന്നു. ചക്രവാളത്തിൽ കറുത്ത മേഘങ്ങൾക്കിടയിൽ ആ ദ്വീപ് തെളിഞ്ഞു കണ്ടു. മറൈൻ വില്ല. പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കടലിൻ്റെ നടുവിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരാഡംബര കൊട്ടാരം. ബോട്ടിൻ്റെ ഡെക്കിൽ നിന്ന് രാഘവൻ ആ കാഴ്ച കണ്ടു. സാറേ, അങ്ങോട്ട് അടുപ്പിക്കാൻ പാടാണ്. കടല് വല്ലാതെ ഇളകുന്നുണ്ട്. ഇന്ന് രാത്രി കൊടുങ്കാറ്റ് വീശുമെന്ന് തോന്നുന്നു, ബോട്ട് ഓടിക്കുന്നയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. രാഘവൻ മറുപടിയൊന്നും പറഞ്ഞില്ല. അയാൾ ആ ദ്വീപിലേക്ക് തന്നെ നോക്കി നിന്നു. അവിടെ കാത്തിരിക്കുന്നത് കൊടുങ്കാറ്റിനേക്കാൾ വലിയ എന്തോ ഒന്നാണെന്ന് അയാൾക്ക് തോന്നി. ബംഗ്ലാവിന്റെ വാതിൽക്കൽ തന്നെ മേനോൻ അതിഥികളെ സ്വീകരിക്കാൻ നിൽപ്പുണ്ടായിരുന്നു. 60 വയസ്സ് കഴിഞ്ഞിട്ടും അയാളുടെ ശരീരഭാഷയിൽ ഒരു അഹങ്കാരം നിറഞ്ഞു നിന്നിരുന്നു. വില കൂടിയ സ്യൂട്ടും തിളങ്ങുന്ന കണ്ണടയും. അയാൾ രാഘവനെ കണ്ടതും ഒന്ന് ചിരിച്ചു. ആ ചിരി പക്ഷേ കണ്ണുകളിലുണ്ടായിരുന്നില്ല. മിസ്റ്റർ രാഘവൻ, നിങ്ങൾ വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എൻ്റെ ഈ ചെറിയ സാമ്രാജ്യത്തിലേക്ക് സ്വാഗതം. മേനോൻ കൈനീട്ടി. രാഘവൻ ആ കൈ പിടിച്ചു. തണുത്തുറഞ്ഞ ഒരു സ്പർശനം. നിങ്ങൾ വിളിച്ചാൽ വരാതിരിക്കാൻ കഴിയില്ലല്ലോ മേനോൻ. എന്താണ് ഇത്ര അടിയന്തരമായി പറയാനുണ്ടായിരുന്നത്? അത് നമുക്ക് രാത്രി സംസാരിക്കാം. ഇപ്പോൾ പാർട്ടി ആസ്വദിക്കൂ. ഇവിടെ എല്ലാവരും സുഹൃത്തുക്കളല്ല രാഘവൻ, സൂക്ഷിക്കണം. മേനോൻ അത് പറഞ്ഞ് വേഗത്തിൽ നടന്നു നീങ്ങി. രാഘവൻ ഹാളിലേക്ക് നോക്കി. അവിടെ കൂടിയവരിൽ പലരും പരിചിതരായിരുന്നു. പക്ഷേ ആ കൂട്ടത്തിൽ ഒരു സ്ത്രീ രാഘവന്റെ ശ്രദ്ധ കവർന്നു. മായ. കറുത്ത സാരി ധരിച്ച് ഒരു നിഴൽ പോലെ അവൾ ഒരു മൂലയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ നോട്ടം രാഘവന്റെ മുഖത്തായിരുന്നു. സമയം രാത്രി 10 മണി. പുറത്ത് മഴ ശക്തി പ്രാപിച്ചു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ഹാളിലെ വലിയ ക്ലോക്കിൽ 10 മണി അടിച്ചതും ഒരു വലിയ ഇടിമുഴക്കത്തോടെ ദ്വീപിലെ കരണ്ട് മുഴുവൻ പോയി. കൂരിരുട്ട്. എങ്ങും നിശബ്ദത. ആരെങ്കിലും ലൈറ്റ് ഓൺ ചെയ്യൂ, എനിക്ക് പേടിയാകുന്നു, ആരോ ഇരുട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്ന ശബ്ദം. മൊബൈൽ ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റുകൾ മിന്നാമിനുങ്ങുകളെ പോലെ അവിടെ തെളിഞ്ഞു നിന്നു. ആ വെളിച്ചത്തിൽ രാഘവൻ കണ്ടു, മേനോൻ നിന്നിരുന്ന സ്ഥലം ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്നു. പെട്ടെന്ന് മുകളിലത്തെ നിലയിൽ നിന്ന് ഒരു നിലവിളി ശബ്ദം കേട്ടു. എല്ലാവരും ഇവിടെ നിൽക്കൂ, ആരും അനങ്ങരുത്. രാഘവൻ തന്റെ ഫോണിന്റെ ലൈറ്റ് തെളിയിച്ച് പടികൾ ഓടിക്കയറി. പിന്നാലെ മറ്റുള്ളവരും. മേനോന്റെ സ്റ്റഡി റൂമിന്റെ വാതിൽ പാതി തുറന്നു കിടക്കുകയായിരുന്നു. രാഘവൻ ആ മുറിയിലേക്ക് വെളിച്ചമടിച്ചു. ആ കാഴ്ച കണ്ട് പുറകിൽ നിന്നവർ ശ്വാസമടക്കി. മുറിക്ക് നടുവിൽ തന്റെ പ്രിയപ്പെട്ട ചാരുകസേരയിൽ മേനോൻ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ജീവനില്ലെന്ന് മാത്രം. നെഞ്ചിൽ ഒരു പഴയ കഠാര ആഴ്ന്നിറങ്ങിയിരിക്കുന്നു. രക്തം ആ വെളുത്ത ഷർട്ടിൽ പടർന്നിരുന്നു. അദ്ദേഹം മരിച്ചോ? മായയുടെ ശബ്ദം വിറച്ചിരുന്നു. രാഘവൻ മെല്ലെ മൃതദേഹത്തിനടുത്തേക്ക് നടന്നു. അയാൾ ആദ്യം നോക്കിയത് മേനോന്റെ മുഖത്തേക്കല്ല, മറിച്ച് ആ മുറിയുടെ ജനലുകളിലേക്കാണ്. അവയെല്ലാം അകത്തുനിന്ന് ഭദ്രമായി പൂട്ടിയിരുന്നു. ജനലുകൾ പൂട്ടിയിരിക്കുന്നു. വാതിൽ നമ്മൾ വരുമ്പോൾ മാത്രമേ തുറന്നുള്ളൂ. അപ്പോൾ കൊലപാതകി എങ്ങനെ പുറത്തുപോയി? രാഘവൻ തിരിഞ്ഞു നിന്ന് അവിടെ കൂടിയിരിക്കുന്നവരെ നോക്കി. മിന്നൽ വെളിച്ചത്തിൽ അയാളുടെ മുഖം വലിഞ്ഞു മുറുകി. ഇതൊരു സാധാരണ കൊലപാതകമല്ല. കൊലപാതകി എങ്ങും പോയിട്ടില്ല. കൊലപാതകി ഇപ്പോൾ ഈ മുറിയിലുണ്ട്.